പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അബിയും ജലജയും വരുന്ന സമയത്ത് മുത്തശ്ശൻ അബീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ആ ഡിസൈൻ നീ തന്നെയാണോ വരച്ചത് എന്ന്. അപ്പോൾ ആ സമയത്ത് ജലജ പറയും, ഓ ഇവള് വന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇവളുടെ അനിയത്തിയാണ് ആ ഡിസൈൻ വരച്ചതെന്ന്. ഇതുപോലൊരു കള്ളം പറയുന്ന അവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യനെ അങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ കള്ളം പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ചും എൻ്റെ ചേച്ചി എന്നൊക്കെ പറയാനുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അത് സത്യം തന്നെയാണ്, ഞാൻ തന്നെയാണ് ആ ഡിസൈൻ വരച്ചതെന്ന് പറയും. അപ്പോൾ ആ സമയത്ത് ജലജയ്ക്ക് അതൊട്ടും ഇഷ്ടാവുന്നില്ല. അപ്പോൾ ജലജ അവരെങ്ങനെ കള്ളം പറയുന്ന, ഇങ്ങനെ ഒരു ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ കള്ളം പറയുന്നവരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും ഇങ്ങനെ നവ്യനെ നോക്കിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെ കള്ളങ്ങളാണ് ഇവള് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നവ്യൻ പറയുന്നുണ്ടായിരുന്നു, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, മറ്റുള്ളവരുടെ കഴിവിനെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന അമ്മേനെയും മോനെ ഞാൻ ഈ ലോകത്ത് എവിടെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം നടക്കുകയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു നിർത്താനായിട്ട്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വളരെ നിസ്സാരമാണെന്ന് പറയും. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ രണ്ടുപേരും കൂടെ ആ ഡിസൈൻ ഒന്നുകൂടെ വരയ്ക്കണം എന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് അബി പറയും, അങ്ങനെ ഒരിക്കൽ വരച്ച ഡിസൈൻ എനിക്ക് പിന്നീട് വരയ്ക്കാൻ പറ്റില്ല, ഞാൻ പറഞ്ഞല്ലോ അത് നെറ്റിൽ സെർച്ച് ചെയ്ത് വരച്ചാണെന്ന് പറഞ്ഞല്ലോ എന്ന് പറയും. അപ്പോൾ നൈനിനോട് ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് വരയ്ക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിക്കാനായിട്ട് എനിക്ക് പറ്റും, ചിലപ്പോൾ അതിനേക്കാളും നന്നായി എന്ന് വരാമെന്ന് പറയട്ടോ. അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു, നൈനമോള് പറഞ്ഞത് കേട്ടല്ലോ, പിന്നെ നിനക്കെന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് രണ്ടുപേർക്കും പേപ്പറും പെൻസിലൊക്കെ കൊടുക്കാനായിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അബി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഒരിക്കലും വരച്ച ഡിസൈൻ പിന്നെ വരയ്ക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയും, അതുപോലെ വേണ്ട, ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിയാൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ജലജന ഇങ്ങനെ പേടിയോടുകൂടി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അബി. പിന്നീട് എന്തായാലും രണ്ടുപേർക്കും പേപ്പറും പെൻസിലൊക്കെ കൊടുക്കാനായിട്ട് പറയാണ്. അപ്പോൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് വരയ്ക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം അബി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ ഞാനത് നെറ്റിൽ സെർച്ച് ചെയ്താണ് വരച്ചതെന്നുള്ളത്. അപ്പോൾ ഞാൻ റൂമിൽ പോയിട്ട് നെറ്റിൽ സെർച്ച് ചെയ്യാന്ന് പറയുന്ന സമയത്ത് നീ എവിടെയും പോകണ്ട, ഇവിടെ ഇരുന്ന് തന്നെ വരച്ചാൽ മതി എന്ന് ആദർശ് പറയാണ് കേട്ടോ. എന്നിട്ട് ലാപ്ടോപ്പൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു, ഇതിൽ നോക്കി വരച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു, ആ ഡിസൈൻ നൈന കണ്ടതല്ലേ, ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് വരച്ചതെന്നുള്ളത്. അപ്പോൾ ആ ഡിസൈൻ നൈന കണ്ടില്ലേ, അതെന്തായാലും അവൾക്ക് ഇനി വരയ്ക്കാൻ പറ്റുമല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെയാണെങ്കിലും ഏകദേശം രണ്ടുപേരും അടുത്തെത്തിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പേപ്പറും പെൻസിലൊക്കെ കൊടുത്ത് അവിടെ തന്നെ ഇരുത്തി വരപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് കനക അങ്ങനെ നൈനയോട് പറയുന്നുണ്ടായിരുന്നു, മോളെ നന്നായിട്ട് വരയ്ക്കണേന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ ഒരിക്കൽ വരച്ചതല്ലേ അമ്മേ, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ വരച്ച് തീർക്കാനായിട്ട് പറ്റുമെന്ന് പറയാണ്. പിന്നീട് എന്തായാലും നൈന ആ ഡിസൈനൊക്കെ വരച്ച് ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് ജയൻ പറയുന്നുണ്ടായിരുന്നു, ഈ ഡിസൈൻ നൈനമോള് വരച്ചത് തന്നെ ആവാനാണ് സാധ്യത എന്നിങ്ങനെ ആദർശിനോട് ജയൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അബിയാണെങ്കിലും എന്താ വരയ്ക്കാന്ന് അറിയാതെ അവിടെ ഇങ്ങനെ എന്താ വിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ഒന്നും വരയ്ക്കാനൊന്നും കഴിയുന്നില്ല. അവരിങ്ങനെ നൈന വരയ്ക്കുന്ന കാണുമ്പോഴാണ് കേട്ടോ ജയൻ ആദർശിനോട് ഇത് പറയുന്നത്. ജലജയ്ക്കാണെങ്കിലും ആകെ ടെൻഷനും കാര്യങ്ങളുമായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നീട് എന്തായാലും നൈന തന്നെയാണ് കേട്ടോ ആദ്യം വരച്ച് കഴിയുന്നത്. വരച്ച് കഴിഞ്ഞിട്ട് മുത്തശ്ശിൻ്റെ കയ്യിലേക്ക് അത് കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് അത് വരയ്ക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വിശ്വസിക്കാതിരിക്കാനും അവർക്ക് പറ്റില്ലല്ലോ. അപ്പം എന്തായാലും ഇടയ്ക്ക് ഇങ്ങനെ അബി വരയ്ക്കുന്നത് കണ്ടിട്ട് മുഖം കൊണ്ട് ഓരോ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും നയന വരയ്ക്കുന്നത് കണ്ടിട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. പിന്നീട് എന്തായാലും നയന വരച്ച് കഴിഞ്ഞത് മുത്തശ്ശിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. മുത്തശ്ശൻ നോക്കിയിട്ട് ജയൻ്റെ കയ്യിലേക്ക് കൊടുക്കും. എന്നിട്ട് മുത്തശ്ശൻ അബിനോട് ചോദിക്കുകയാണ്, നീയാണോ ആ ഡിസൈൻ വരച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അബിയും ജലജയും ഒന്നും ഇടാൻ നിൽക്കുകയാണ് കേട്ടോ. അതിന് കർണത്തൊരടി നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അബിക്ക്. എന്തിനാടാ ഇങ്ങനെ കള്ളം പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്, നിനക്കുള്ളതും കൂടി കൂട്ടിയിട്ടാണ് ഇവന് കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ ദേവയാനിക്ക് ഇഷ്ടമാവുന്നില്ല കേട്ടോ, എന്തിനാ ഇതൊക്കെ, ഇനിയെങ്കിലും ഒന്ന് സത്യം പറയുന്നൊക്കെ ദേവയാനിയും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഒന്നും ഇടാൻ നിൽക്കുമ്പോഴാണ് മുത്തശ്ശൻ്റെ ദേഷ്യം വന്നിട്ട് മുത്തശ്ശൻ അബിയുടെ കർണത്തൊന്ന് കൊടുക്കുന്നുട്ടോ. അപ്പോൾ എന്തൊക്കെ കള്ളങ്ങളാണ് ഇവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് എത്രാമത്തെ തവണയാണെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ ജലജേനെ വഴക്ക് പറയുന്നുണ്ട്. നിനക്കും കൂടെ ചേർത്തിട്ടാണ് അവന് കൊടുത്തിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്. ആ സമയത്ത് ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നിനക്ക് നവ്യമോളെ കുറ്റപ്പെടുത്താനുള്ള ഒരു ഇതുമില്ല, നീയും അതുപോലെ തന്നെയാണല്ലോ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിനക്കും നിൻ്റെ അമ്മയ്ക്കും അവളെ ഇങ്ങനെ വിമർശിക്കാനുള്ള ഒരു ഇതുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ഇന്നത്തെ പാർട്ടി എന്തായാലും ക്യാൻസൽ ചെയ്യണ്ട, അതിന് ജലജി അബിയും കൂടെ വരണ്ട എന്ന് പറയും കേട്ടോ മുത്തശ്ശനാണെങ്കിലും. അപ്പം എന്തായാലും ആ പാർട്ടി നടക്കുന്ന ചെയ്യട്ടെ, ഇവർ അതിൽ പങ്കെടുക്കണ്ട എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് നൈന പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഇന്ന് പാർട്ടി വേണ്ട മുത്തശ്ശ, അത് വേറൊരു ദിവസം ആക്കാമെന്ന് പറയാണ് കേട്ടോ. പിന്നീട് മുത്തശ്ശൻ ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ നിന്നോട് പറയാറില്ലേ, നിനക്ക് കിട്ടിയ ഭാഗ്യമാണ് നൈനമോള്, ഈ വീടിൻ്റെ സൗഭാഗ്യമാണ് നൈനമോള്, അത് ഞാൻ എവിടെ വിളിച്ചുറക്കെ തന്നെ പറയുമെന്ന് പറയാണ്. അപ്പോൾ ദേവയാനിക്ക് അതൊന്നും കേട്ടിട്ട് വലിയ ഇഷ്ടമാവുന്നൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും മുത്തശ്ശന് അതിനൊരു മടിയില്ല എന്ന് പറയുന്നുണ്ട്. എവിടെ വെച്ചു ഞാനത് ഉറക്കെ പറയുന്നു പറഞ്ഞിട്ട് നൈനയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നൈനയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്.
പിന്നീട് ഇതൊക്കെ കണ്ട് ജലജ അബി ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അതിനുശേഷം നൈനിൻ്റെ അടുത്തേക്ക് ആദർശ് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നിന്നെ അവിടെ വെച്ച് എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്തു, ഞാൻ നിന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടാതിരുന്നു, പക്ഷേ എനിക്കിപ്പോഴും തോന്നിയിട്ടില്ല നീ ഒരു വലിയ സംഭവമാണെന്ന് ഇങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് നൈന പറയാണ് കേട്ടോ. അപ്പോൾ നീ എന്തിനാ എപ്പോഴും എന്നോട് ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിനക്കത് സത്യം തുറന്നു പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ആദർശേട്ടന് ഇങ്ങനെ ഓരോ ഡിസൈൻ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്കത് ഇങ്ങനെ ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ ആദർശേട്ടനും മുത്തശ്ശനും ഒക്കെ വിഷമിപ്പിക്കുന്നത് ഞാൻ കണ്ടതാണ്, അതുകൊണ്ടാണ് അമ്മയും ചേച്ചിയും പറഞ്ഞപ്പോൾ ഒന്ന് ശ്രമിച്ച് നോക്കാമെന്ന് എനിക്ക് തോന്നിയതെന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അത് വരച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറയും. അപ്പോൾ അത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആദർശേട്ടനും മുത്തശ്ശനും ഒക്കെ പിന്നീട് സന്തോഷമായല്ലോ, അവരുടെ സന്തോഷം തന്നെയാണ് എൻ്റെ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്നാലും നീ കാരണം ഇങ്ങനെ മറ്റൊരാൾക്ക് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടി, അതും അബിക്ക്. അപ്പോൾ അബിയാണെങ്കിൽ ഇങ്ങനെ കമ്പനിയുടെ മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ടിരുത്തിയിട്ടുണ്ടെങ്കിൽ അച്ഛനും മുത്തശ്ശനും ഒക്കെ അതിൻ്റെ പേരിൽ ഇങ്ങനെ അവനെ തലപ്പത്തിരുത്തിയിരുന്നെങ്കിൽ നമ്മുടെ കമ്പനിക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ നഷ്ടം സംഭവിക്കാൻ പോകുന്നത്. അത് എനിക്കാണെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ. നമ്മുടെ ക്രെഡിറ്റ് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെത് നമ്മൾ തന്നെയാണ് അനുഭവിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് പറയാം കേട്ടോ. എനിക്കാണ് അത് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായേനെ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചേച്ചി അതുപോലെ തന്നെ അമ്മയും പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ നവ്യ പോലും ഇപ്പോൾ അവനെ അനുകൂലിക്കുന്നില്ല എന്നൊക്കെ ആദർശ് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നൈന പറയുന്നത്, അവർ പറഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിനക്ക് ഈ ഡിസൈൻ വരച്ചതിന് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നൈന പറയും എനിക്കൊന്നും വേണ്ടാന്ന് പറയട്ടെ. അപ്പോൾ ഒന്നും വേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ആദർശേട്ടൻ്റെ സ്നേഹം മാത്രം കിട്ടിയാൽ മതി എന്ന് പറയട്ടോ. അത് കിട്ടാൻ പ്രയാസമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെയാണ് ഞാനത് ചോദിച്ചതെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് നൈന പറയുന്നുണ്ടായിരുന്നു, ഒരു ഭാര്യയായിട്ട് കാണണ്ട, എന്നെ ഒന്ന് സ്നേഹിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നിന്നോടൊരു സ്നേഹം ഇതൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു മുൻപ്, പക്ഷേ അതില്ലാതാകുന്ന പ്രവൃത്തി നിന്നിൽ നിന്നുണ്ടായി, പിന്നെ എൻ്റെ മനസ്സെന്തോ ഇങ്ങനെയായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നിന്നെ ഒരു ഭാര്യയായിട്ട് കാണാനായിട്ട് പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം. അപ്പം നൈന ഒരുപാട് സങ്കടങ്ങൾ അങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷം ആദർശേട്ടൻ എന്നെ ചേർത്ത് പിടിക്കുന്നതായിരിക്കും, അത് മുത്തശ്ശന് വേണ്ടിയിട്ടല്ല, എന്നെ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് ചേർത്ത് പിടിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടത്തോടു കൂടി അങ്ങോട്ട് പോവുക ചെയ്യുന്നുണ്ടായിരുന്നു. അതിനു മുന്നേ ആദർശേട്ടൻ ഞാൻ ഇങ്ങനെ ആദർശേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ വേറെ കല്യാണം കഴിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനെ പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല, ഓരോരുത്തർക്കും ഓരോരോ കാഴ്ചപ്പാടുണ്ടൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ പോയാലും ആദർശേട്ടൻ വേറെ കല്യാണം കഴിക്കില്ല, പ്രത്യേകിച്ച് ഈ താലി എൻ്റെ കഴുത്തിൽ കെട്ടിയിട്ടുള്ള കിടക്കുമ്പോൾ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് ഒരു പ്രാവശ്യമില്ല 2 തവണയാണ് ആദർശേട്ടൻ എൻ്റെ കഴുത്തിൽ കെട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞ് സങ്കടത്തോടുകൂടി ഞാൻ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് എന്തായാലും ആദർശം അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം നവി ഇങ്ങനെ അതുപോലെ തന്നെ കനകയും കൂടി സംസാരിക്കുകയാണ്. നവ്യാണെങ്കിൽ നൈനയെ കുറിച്ച് ഓരോന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കേട്ടോ കനക അവിടേക്ക് വരുന്നത്. അപ്പോൾ കനക ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ മോളേത്, അല്ല ഞാൻ നൈനയോട് എന്തൊക്കെ ഇതാണ് ചെയ്തത്, അപ്പോൾ ഞാനിങ്ങനെ ഒരു ചതി ചെയ്തില്ലായിരുന്നെങ്കിൽ അവളുടെ ജീവിതം ഇങ്ങനെ ആവില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. എന്തായാലും പോട്ടെ മോളെ, ആദ്യം ഞാൻ ഒറ്റ മോളാണെന്ന് പറഞ്ഞ് ഈ വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചത് അമ്മയാണല്ലോ, അതിൻ്റെ ഒരു ഇതൊക്കെ എനിക്കും ഉണ്ട് എന്ന് പറയാണ്. എന്തായാലും ഇപ്പം അതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങാൻ കേട്ടോ. ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ആ ജലജ എന്ന് പറഞ്ഞ ഒറ്റൊരുത്തിയാണ്, അവളാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ കേട്ടോ. ആ സമയത്ത് നവ്യ പറയുന്നുണ്ടായിരുന്നു, അതെനിക്കറിയാം, അവരെങ്ങനെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഷോക്ക് അടുപ്പിക്കണമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഷോക്ക് അടുപ്പിക്കാനാണെങ്കിൽ നല്ലൊരു വിദ്യ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കനകയാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ അമ്മയെന്ന് ചോദിക്കും. അതിന് ചെറിയൊരു പരിപാടി ഉണ്ട്, മൊബൈലിൽ ചാർജ് ചെയ്യുന്ന സമയത്ത് ഷോക്ക് അടിക്കാൻ പറ്റിയ നല്ലൊരു വിദ്യ അമ്മയുടെ കയ്യിലുണ്ട്, അച്ഛനിങ്ങനെ അത്യാവശ്യം മൊബൈൽ റിപ്പയറിംഗ് ഒക്കെ അറിയാലോ, അച്ഛൻ്റെ അടുത്ത് നിന്ന് പഠിച്ചാണെന്ന് പറയും കേട്ടോ. എന്താ പിന്നെ അമ്മ നേരത്തെ അത് നോക്കാതിരുന്നത് വാന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ പെട്ടെന്ന് തന്നെ കനകേനെ വിളിച്ചുകൊണ്ട് പോകാൻ കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിലും അടുക്കളയിലായിരിക്കും, അടുക്കളയിൽ ജ്യൂസ് എന്തോ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ അടുക്കളയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നവ്യ കനകേനെ വിളിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. എന്നിട്ട് ജലജയുടെ മൊബൈൽ അവിടെ ചാർജ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഓഫാക്കിയിട്ട് ആ ചാർജറിൻ്റെ വയറെന്തോ എടുത്ത് കടിച്ച് അവിടെ എന്തോ ആക്കി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അവർ വന്ന് ചാർജ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ആ സോഫയിൽ തന്നെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഷോക്ക് അടിക്കുന്ന സമയത്ത് തലയ്ക്കൊരു വെളിവുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും പെട്ടെന്ന് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്ത് അവിടെ അതൊക്കെ ചെയ്തിട്ട് അവരവിടെ സോഫയിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ജലജ ജ്യൂസൊക്കെ കൊണ്ട് രണ്ടുപേർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കനക ചോദിക്കും, ഓ നല്ല പിള്ളയായില്ലേ എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ആവാതെ പറ്റില്ലല്ലോ, ഇപ്പോൾ നിന്നെ മോളെ സൽക്കരിക്കണം എന്നാണല്ലോ മുകളിലത്തെ ഓർഡർ, അപ്പോൾ അത് അനുസരിക്കാതിരുന്നാൽ തല പോവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ്
ജലജ ദേഷ്യത്തോടു കൂടിയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കുടിക്കുന്ന പറഞ്ഞിട്ട് ജ്യൂസൊക്കെ കൊടുക്കുന്ന സമയത്ത് രണ്ടുപേരും അതൊക്കെ വാങ്ങിച്ച് കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് എന്തായാലും ജലജ മൊബൈൽ എടുക്കാനായിട്ട് എവിടേക്ക് പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ സ്വിച്ചൊക്കെ ഓഫായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ ഞാനിത് ചാർജ് ചെയ്യാൻ വെച്ചതാണല്ലോ, അപ്പോൾ ആരത് ഇങ്ങനെ ഓഫാക്കി വെച്ചതെന്നൊക്കെ ഓർത്തിട്ട് മൊബൈൽ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിൽ ചാർജ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജലജയാണെങ്കിലും അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ, ചാർജ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. അപ്പോഴേക്കും നവ്യയും അതുപോലെ തന്നെ കനകയും അവിടെ നിന്ന് മാറി നിന്നെല്ലാം നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നവ്യ പറയുന്നുണ്ട് അവർ ചാർജ് ചെയ്യുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല എന്ന് പറയും. എന്തായാലും അവൾ ചാർജ് തീരുമ്പോൾ എന്തായാലും ചാർജ് ചെയ്യല്ലോ, അപ്പോൾ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ മാറി നിൽക്കുകയാണ്. അപ്പോഴേക്കും നയന ഫോൺ എടുത്തുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ, മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നയന വന്നിട്ട് സ്വിച്ചൊക്കെ ഓൺ ആക്കിയിട്ട് അങ്ങ് വെക്കുകയാണ്. ആ സമയത്ത് നയനയ്ക്കാണ് കേട്ടോ ഷോക്ക് അടിക്കുന്നത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് ജലജ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരുത്തിയെങ്കിലും ഷോക്ക് അടിച്ച് ചാവട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അത് കണ്ടുകൊണ്ട് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ നവ്യ അതുപോലെ തന്നെ കനകി അവിടെ തന്നെ അത് മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ആദർശ അവിടേക്ക് വന്നിട്ട് നയനാന്ന് വിളിച്ചിട്ട് എന്തായാലും അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്ലവർ വേസ് എടുത്തിട്ട് നയനയുടെ കയ്യിലേക്ക് അങ്ങ് അടിച്ചിട്ട് എന്തായാലും രണ്ടുപേരും കൂടെ ചെന്ന് തറയിൽ വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി ഇങ്ങനെ കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കനകയും നവിയും കൂടെ പറയുന്നുണ്ടായിരുന്നു ആൾ മാറിയാണ് ഷോക്ക് അടിച്ചതെങ്കിലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും നീ വാന്ന് പറഞ്ഞിട്ട് കനക അവിടുന്ന് നവീനെ വിളിച്ചുകൊണ്ട് പോകും കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഫ്ലവർ വേസ് നേരെ ചെന്ന് ഇങ്ങനെ ജലജയുടെ തലയിലേക്കാണ് വീഴുന്നത്. ആദർശിൻ്റെ അനിയാണെങ്കിൽ ആ വീണെടുത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് കിടക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് എണീക്കുന്നൊന്നുമില്ല. ആ സമയത്ത് ജലജ ദേഷ്യത്തിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു തലയടിച്ച് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഭാര്യനെ സ്നേഹിക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടാറുണ്ട്. അപ്പോഴേക്കും രണ്ടുപേരും പെട്ടെന്ന് തന്നെ എണീക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പച്ചിക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ആദർശ്. അപ്പോൾ നീ ഇങ്ങനെ എടുത്തെറിഞ്ഞിട്ടുള്ള ഫ്ലവേഴ്സ് എൻ്റെ തലയിലാണ് വന്ന് വീണേന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നിട്ട് എൻ്റെ തല ഇവിടെ മുഴിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് അപ്പോൾ ഞാൻ പറയും തലയല്ലേ മുഴിച്ചത്, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ആദർശ് കളിയാക്കി കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇവള് പറഞ്ഞത് തലയ്ക്ക് അപ്പച്ചിക്ക് കുറച്ചുകൂടെ വെളിവ് വരുമെന്നാണെന്ന് പറയും കേട്ടോ. ആ ഭാര്യയുടെ കൂടെ ചേർന്ന് അപ്പച്ചിനെ കളിയാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ജലജ ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും ഇതിങ്ങനെ ആരോ എന്നെ കൊല്ലാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്, പക്ഷെ അത് തിരിഞ്ഞു കൊത്തി എന്നൊക്കെ പറയാണ്. അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു അപ്പച്ചി ഇങ്ങനെ പറയണ്ട, ഞാൻ ഇങ്ങനെ ആരെയും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യില്ല എന്ന് ആദർശേട്ടന് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് വേണ്ടി വെച്ച പണിയാണ് തിരിഞ്ഞു കൊത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോകും കേട്ടോ. പിന്നീട് നൈനി അങ്ങ് പോകാൻ തുടങ്ങുന്ന സമയത്ത് ജലജ അവിടെ പിടിച്ചു വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നീ എന്നെ കൊല്ലാൻ നോക്കിയതാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് മരിക്കുന്ന ജാതകമൊന്നുമല്ലല്ലോ അപ്പച്ചീൻ്റെ എന്നിങ്ങനെ നൈന പറയുന്ന സമയത്ത് എന്നാൽ പിന്നെ നീ എൻ്റെ ജാതകം മാറ്റി എഴുതടി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ജാതകം മാറ്റി എഴുതേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് നൈന അവിടെ നിന്ന് പോകുന്ന സമയത്ത് ദേഷ്യത്തിൽ നിൽക്കുന്ന ജലജനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.